ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എന്നാണ് വിശേഷമൊക്കെ? ഇന്ന് ഞാൻ നിങ്ങളെ ഒരു ഹൽദി ഫംഗ്ഷൻ കാണാൻ കൊണ്ടുപോയാലോ? നമ്മളിന്ന് പോകുന്നത് നമ്മളുടെ പ്രിയങ്കരായ അമലയുടെയും ജോബിൻ്റെയും ഹൽദി ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനാണ് കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ പറയട്ടെ, അതിൻ്റെ ഡെക്കോർ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു, നല്ല കളർഫുള്ളായിരുന്നു. അപ്പോൾ ഈ ചടങ്ങ് ആരംഭിച്ചത് തന്നെ അവരുടെ ഒരു കുഞ്ഞാൻ്റിയും അമലയുടെ ഒരേ ഒരു ആങ്ങളെയുമായ അൽഫോൻസും നാത്തൂനായ ചേച്ചിയായ അന്നയും കൂടെ ചേർന്ന് മധുരം പങ്കുവെച്ച് ഹൽദി, അതായത് അവരുടെ രണ്ടു പേരുടെയും മുഖത്ത് മഞ്ഞളും തേച്ചുകൊണ്ടായിരുന്നു. ഞാൻ UK വന്നിട്ട് ആദ്യമായിട്ടാണ് ഒരു ഹൽദി ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ അറ്റൻഡ് ചെയ്തതൊക്കെ ബ്രൈഡൽ ഷവേഴ്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഹൽദി ഫംഗ്ഷൻ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും ഈ ചടങ്ങിൽ പങ്കുകൊണ്ടിട്ട്, കൂടാതെ തന്നെ അവരുടെ രണ്ടുപേരുടെയും ഫ്രണ്ട്സും ഫാമിലിയും അങ്ങനെ എല്ലാവരും ഈ ചടങ്ങിൽ പങ്കുകൊള്ളാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു, എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും മധുരവും പങ്കുവെക്കുന്നതിനിടയിൽ നമുക്ക് ഒരു ചാൻസ് കിട്ടി മധുരം പങ്കുവെക്കുവാനും മഞ്ഞൾ തേക്കുവാനും. നമുക്ക് ആദ്യം ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് ഞങ്ങൾ ആദ്യം ചിപ്സ് കൊടുക്കാൻ പോയിട്ട് പിന്നെ ഞങ്ങൾ ജിലേബി എടുത്താലോ എന്ന് വിചാരിച്ചേ. പിന്നെ ഞങ്ങൾ രണ്ടും കൊടുത്തു. പിന്നെ ഞങ്ങൾ രണ്ടു പേരുടെയും മുഖത്ത് മഞ്ഞളും തേച്ചു. ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ചേട്ടനും ആദ്യമായിട്ടായിരുന്നു ഒരു ഹൽദി ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ഭയങ്കര ഹാപ്പിയായിരുന്നു. അങ്ങനെ എല്ലാവരും ഹൽദി ഫംഗ്ഷൻ കഴിഞ്ഞ് അവർക്ക് രണ്ടു പേർക്കും കപ്പിളിന് എന്താ പറയുന്നത്, ഷൂ ഗെയിം ഉണ്ടായിരുന്നു. പിന്നെ കുറേ പ്രോഗ്രാംസ്, പാട്ട്, ഡാൻസ്. ഇത് അമലയുടെ ഫ്രണ്ട്സാണ് കേട്ടോ. ഇവരുടെ ഒരു ഡാൻസ് മാത്രമല്ല, ഒത്തിരി ഡാൻസ് ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കാണാനായിട്ട്. വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമായിരുന്നു അത്. നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അവരവിടെ നിന്ന് ഡാൻസ് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ നിന്ന് ഭയങ്കരമായിട്ട് എല്ലാ ഓഡിയൻസും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ അതിൽ കുഞ്ഞു പിള്ളേരും വരും. അവരുടേതായ രീതിക്ക് അവരും ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. കപ്പിൾസിന് വേണ്ടി മാത്രമല്ല കേട്ടോ, എല്ലാവരും അവിടെ കൂടെ വന്ന എല്ലാവർക്കും വേണ്ടിയിട്ടും ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് കാണുമ്പം തന്നെ അറിയാം എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു, എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. അയ്യോ, ഞാൻ പറയാൻ മറന്നു പോയതാ, അതിൻ്റെ ഇടയ്ക്ക് ഡൈബിയും പോയി ഒരു പാട്ട് പാടി. അതിന് പകുതി വരെ മൈക്ക് ഓഫായിരുന്നെന്ന് തോന്നുന്നു. അതിന് ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു. ഒരു 2-3 ലൈൻ കഴിഞ്ഞപ്പം പിന്നെ മൈക്ക് സെറ്റ് ചെയ്തു കേട്ടോ. പിന്നെ അത് പാട്ട് പെട്ടെന്ന് കഴിഞ്ഞു. അങ്ങനെ ഭയങ്കര കളർഫുള്ളായിട്ട് എല്ലാവരും എൻജോയ് ചെയ്തൊരു ഈവനിങ് ആയിരുന്നു അത്. അങ്ങനെ പുതിയ വിവാഹ ജീവിതത്തിലോട്ട് കടക്കുന്ന അമലയ്ക്കും ജോബിനും എൻ്റെ എല്ലാവിധ വിവാഹാശംസകളും നേരുന്നു. ഐ വിഷ് യു എ വെരി ഹാപ്പി മാരീഡ് ലൈഫ്. മേ ഗോഡ് ബ്ലെസ് യു ബോത്ത്. നല്ല മനോഹരമായ ഒരു ജീവിതമാകട്ടെ നിങ്ങൾക്ക് ദൈവം തരുന്നതെന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.